കടുത്ത നരേന്ദ്രമോദി വിരുദ്ധനായിരുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഏറ്റവും അധികം വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിരുന്ന ജമ്മു കാശ്മീർ പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നാണ് ഒമർ അബ്ദുള്ള. ആ ഒമർ അബ്ദുള്ള കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കോൺഗ്രസുമായിട്ടും INDA മുന്നണിയുമായിട്ടും ഒരു അകലത്തിലാണ്. എന്താണ് കാരണമെന്നറിയോ? രാഷ്ട്രീയമായിട്ട് നരേന്ദ്രമോദി സർക്കാരുമായിട്ട് വളരെ വലിയ അകൽച്ചയുണ്ടെങ്കിലും ഒമർ അബ്ദുള്ള യാഥാർത്ഥ്യത്തെ കണ്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള വസ്തുതകളെ കണ്ടില്ലെന്ന് നടിക്കാൻ ആ മനുഷ്യന് കഴിയുന്നില്ല. അതായത് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്. അതായത് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഒരു പുതിയ പാതയുടെ ഒരു തുരങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ആ ഉദ്ഘാടന വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ടാണ് ഒമർ അബ്ദുള്ള സംസാരിച്ചത്. ശ്രീനഗറിനെ സോനാമാർഗുമായി ബന്ധിപ്പിക്കുന്ന ഇസഡ് മോർ ടണൽ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന വേളയിലാണ് ഇത് സംഭവിച്ചത്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരൊക്കെ പങ്കെടുത്തൊരു ചടങ്ങ്. ഗഗൻഗീറിനും മധ്യ കശ്മീരിലെ സോനാമാർഗിനും ഇടയിൽ നിർമ്മിച്ച തുരങ്കത്തിന് 12 കിലോമീറ്ററാണ് ദൈർഘ്യം. സമുദ്രനിരപ്പിൽ നിന്ന് 8650 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തുരങ്ക റോഡിന്റെ നിർമ്മാണത്തിനായി 2680 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചത്. പ്രധാന തുരങ്കത്തിന് 10.8 മീറ്ററാണ് വീതി. ഇതിൽ 7.5 മീറ്റർ വീതിയുള്ള കുതിരലാട ആകൃതിയിലുള്ള എസ്കേപ്പ് ടണലാണ് പ്രത്യേകത. 8.3 മീറ്റർ വീതിയുള്ള ഡി ആകൃതിയിലുള്ള വെന്റിലേഷൻ ടണലും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്തേക്കുള്ള ഇസഡ് ആകൃതിയിലുള്ള റോഡിന്റെ പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇസഡ് മോർഫ് എന്നാൽ ഇസഡ് ടേൺ എന്നാണ് അർത്ഥം. 2020 ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ഹിമപാതം കാരണം ശൈത്യകാലത്ത് വളരെയധികം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് സോനാമാർഗ്. പ്രതികൂല കാലാവസ്ഥയിലും സോനാമാർഗിലേക്ക് ഗതാഗതമാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ഭീഷണി നേരിടുന്ന തന്ത്രപരമായി പ്രാധാന്യമുള്ള ലഡാക്കില് എല്ലാ കാലാവസ്ഥയിലും ഇന്ത്യൻ സൈന്യത്തിന് കണക്ടിവിറ്റി നിലനിർത്തുവാനുള്ള നിർണായക പദ്ധതി കൂടിയാണിത്. ചൈനയുടെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിത നീക്കമുണ്ടായാൽ സൈന്യത്തിന് ഇസഡ് മോർ ടണൽ വഴി വളരെ വേഗത്തിൽ നീങ്ങാൻ സാധിക്കും. അതിനാൽ തന്നെ ദേശീയ സുരക്ഷയ്ക്ക് ഇത് വളരെ അത്യാവശ്യമായ ഒരു പദ്ധതിയായിരുന്നു. സോജില ടണൽ എന്ന ബൃഹത് പദ്ധതിയുടെ ഭാഗമാണ് ഇസഡ് തുരങ്കം. 2028 സോജില ടണൽ ഗതാഗത യോഗ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോജില ടണൽ പ്രവർത്തനക്ഷമമായാൽ ശ്രീനഗറും ലേയും തമ്മിലുള്ള ദൂരം ഇപ്പോഴുള്ളതിനേക്കാൾ വളരെയധികം കുറയും. മാത്രമല്ല, യാത്രാ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്റർ എന്നതിൽ നിന്ന് മിനിമം 70 കിലോമീറ്റർ ആയിട്ട് മാറും. ജമ്മു ആൻഡ് കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ സമയത്ത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനമാണ് ആ പ്രദേശത്ത് നടന്നത്. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും അധികം ശ്രദ്ധ പുലർത്തിയ ഒരു സംസ്ഥാനമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. ഈ ഉത്തർപ്രദേശ് ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമായതുകൊണ്ട് വളരെ ഒരു പ്രാധാന്യം ആ ഒരു സംസ്ഥാനത്തിന് കൊടുത്തിരുന്നു. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യം പലപ്പോഴും മോദി സർക്കാർ ജമ്മു ആൻഡ് കാശ്മീരിന് നൽകുന്നതാണ് നമ്മൾ കണ്ടത്. ഭൂമിയിലെ സ്വർഗമാക്കി ജമ്മു കാശ്മീരിനെ മാറ്റുക എന്ന ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നരേന്ദ്രമോദി അവിടെ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ ഒമർ അബ്ദുള്ള, ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, JNKയിലെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ള തന്നെ പങ്കുവച്ചിട്ടുള്ള ചില ചിത്രങ്ങൾ കണ്ടാൽ അറിയാം, ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് എടുത്തതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും മനോഹരമാണ്. യൂറോപ്പിനെ പോലും കവച്ചു വയ്ക്കുന്ന അത്രയും മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ ജമ്മു കാശ്മീരിൽ നിന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അവിടുത്തെ വികസനം എന്ന് പറയുന്നത് യൂറോപ്പിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. കാരണം അതിന്റെ ഭൂപ്രകൃതി അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വികസനം അല്ലെങ്കിൽ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ കാണുന്ന ആ ഒരു ബ്യൂട്ടി വേറെ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. അത് യുണീക്ക് ആയിട്ടുള്ള ഒന്നാണ്. അതിന്റെ ആ ഒരു പൊട്ടൻഷ്യൽ മാക്സിമം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഗവൺമെന്റ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കൊണ്ടിരുന്ന ഇപ്പോ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒമർ അബ്ദുള്ളയ്ക്ക് പോലും അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതായിട്ട് വന്നത്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും, ഈ പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വാഗ്ദാനം, അദ്ദേഹത്തിന്റെ പ്രോമിസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്നാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത്. അതായത് 3ാമത്തെ ടേം വിജയിച്ചതിന് ശേഷം താങ്കൾ ഈ ഒരു സംസ്ഥാനത്ത് വന്നപ്പോൾ, ശ്രീനഗറിൽ വന്നപ്പോൾ 3 പ്രോമിസുകളാണ് പ്രധാനമായിട്ട് നൽകിയത്. അതിലൊരു പ്രോമിസ് എന്ന് പറയുന്നത് ഡൽഹിയും കശ്മീരും തമ്മിലുള്ള ഡിസ്റ്റൻസ്
കുറയ്ക്കുമെന്നതാണ്. താങ്കൾ താങ്കളുടെ വാഗ്ദാനം പാലിച്ചിരിക്കുകയാണ്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. ഇന്ന് കാശ്മീരിലെ ജനങ്ങൾ താങ്കളെ വിശ്വസിക്കുകയാണ്. നേരത്തെ താങ്കൾ ജമ്മുവിന് ഒരു റെയിൽ ഡിവിഷനാണ് ഗിഫ്റ്റായിട്ട് തന്നത്. ഇപ്പോൾ താങ്കൾ ഈ ഒരു ടണൽ ഉദ്ഘാടനം ചെയ്യാൻ നേരിട്ട് എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം മാത്രമല്ല, ഡൽഹിയുമായിട്ടുള്ള അകലവും വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത്. അതായത് ഒമർ അബ്ദുള്ള കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണാൻ തുടങ്ങിയിരിക്കുന്നുവെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ജമ്മു കാശ്മീരിനെ നമുക്ക് സ്വർഗമാക്കി മാറ്റാൻ പറ്റും. ഒരുപക്ഷെ പാക് അധീന കാശ്മീർ സ്വയം ഒരു കാലത്ത് ഇന്ത്യയിൽ ലയിക്കുന്നതിന് ജമ്മു കാശ്മീരിലെ വികസനം ഒരു കാരണമാകും. ഒമർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ മുൻകാല രാഷ്ട്രീയ നിലപാടുകൾ വെടിഞ്ഞ് ഇന്ത്യയുടെ ദേശീയ വികാരത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ, മോദിക്കൊപ്പം നിൽക്കണ്ട, രാജ്യത്തിന്റെ ദേശീയ വികാരത്തിനൊപ്പം നിന്നാൽ മതി. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജമ്മു കാശ്മീരിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പറ്റും. ലോകത്തെ ആകർഷിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറാൻ പറ്റും. ഇന്ന് ജമ്മു കാശ്മീർ ലോകത്തെ ഏറ്റവും അധികം ആകർഷകമായിട്ടുള്ള ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു 10-15 വർഷം കൊണ്ട് ശരിക്കും ഒരു സ്വർഗം നമുക്ക് അവിടെ പണിയാൻ പറ്റും. അവിടെ തീവ്രവാദത്തെ തുടച്ചു മാറ്റിക്കൊണ്ട് മനോഹരമായ ഒരു ലോകം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിലൂടെ പാക് അധീന കാശ്മീർ സ്വാഭാവികമായി ഇന്ത്യയുടെ ഭാഗമായി വന്നു ചേരുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് ഒമർ അബ്ദുള്ള മോദി സർക്കാരിന്റെ വികസനത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് തന്നെയാണ്. ഒരുപക്ഷെ തുറന്ന ഒരു പിന്തുണ ഒരിക്കലും അത് ഉണ്ടാകില്ല, അത് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. നരേന്ദ്രമോദി സർക്കാരിനെ തുറന്ന് ഒമർ അബ്ദുള്ള സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഒമർ അബ്ദുള്ളയെ തകർത്തുകൊണ്ട് തീവ്ര രാഷ്ട്രീയ നിലപാടുകാർ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പിടിക്കും. ഒമർ അബ്ദുള്ളയെ പോലെ മിതവാദികളായിട്ടുള്ള ആളുകൾ ജമ്മു കാശ്മീരിൽ ഭരണത്തിൽ തുടരുന്നതാണ് നല്ലത്. എന്നാൽ കേന്ദ്ര സർക്കാരുമായി ഒരു ധാരണയും സഹകരണവും സംസ്ഥാനത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ പുരോഗതിക്കും ആവശ്യമാണ്. ആ ഒരു ധാരണ ഉണ്ടായാൽ മാത്രം മതി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്ന തട്ടിക്കൂട്ട് മുന്നണിയെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം സംസ്ഥാനത്തിലെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി കേന്ദ്രവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഒമർ അബ്ദുള്ള ശ്രമിക്കുന്നതെങ്കിൽ അത് ഏറ്റവും മികച്ച തീരുമാനമായിരിക്കും. കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത നിലവാരം മാറ്റിമറിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും ഇതൊരു ശുഭസൂചനയാണ്. രാഷ്ട്രീയമായ അകലങ്ങൾ ഉള്ളപ്പോഴും രാജ്യത്തിന്റെയും നാടിന്റെയും വികസനത്തിന് അതെല്ലാം മാറ്റിവെച്ച് പരസ്പര സഹകരണം എത്രത്തോളം ഗുണം ചെയ്യുമെന്നത് ജമ്മു കാശ്മീർ നമുക്കൊരു മാതൃകയാക്കി മുമ്പിലെടുക്കാം. ഒരു എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ള നേതാവിനെ പ്രശംസിച്ചത് കൊണ്ട് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇടിഞ്ഞു വിടാൻ പോകുന്നില്ല. തിരിച്ച് മോദിക്കും ഒമർ അബ്ദുള്ള നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ പ്രശംസിക്കാൻ യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. ഈ തരത്തിലുള്ള ഒരു ഫെയർ പൊളിറ്റിക്സ് ആണ് നമ്മുടെ നാടിന് നല്ലത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.